ലാപ്ടോപ്പ് തുറന്ന് ആദ്യം കേരളത്തിൽ വെച്ചപ്പോൾ ആ ലാപ്ടോപ്പ് വിറ്റ് പോയില്ലെങ്കിൽ അത്രയും എമൗണ്ട് നമ്മുടെ സ്റ്റക്കാണ്. തുറന്നു വെച്ച ലാപ്ടോപ്പുകളെ അങ്ങനെ വിറ്റ് പോകുമോ, അല്ലെങ്കിൽ തുറന്നു വെച്ചാൽ അത് ആളുകൾ അത് അങ്ങനെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു റിസ്ക് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള റിസ്ക്കുകൾ, അപ്പം ഈ സ്റ്റോർ എക്സ്പീരിയൻസിനകത്ത് നമ്മളിപ്പോഴും റിസ്ക്കുകൾ എടുക്കാറുണ്ട്. അപ്പം ഇന്നോവേഷൻ, ഇപ്പം ഏറ്റവും കുറഞ്ഞ പേഴ്സണൽ കമ്പ്യൂട്ടർ ഞങ്ങൾ 20 വർഷം മുമ്പ് തന്നെ 9999 രൂപ, അതായത് 10,000 1 രൂപ കുറച്ച് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ, കൈരളി കമ്പ്യൂട്ടർ ഞാൻ കണ്ടിട്ടുണ്ട്. ആണല്ലേ, മലയാളീകരിച്ചൊരു പേരൊക്കെ ഇട്ട് കൈരളി കമ്പ്യൂട്ടർ ഞങ്ങൾ അന്നിൻ്റെ. അപ്പോൾ അതൊരു ഹ്യൂജ് റിസ്ക് ആയിരുന്നു. ബൾക്കായിട്ട് ഞങ്ങൾക്ക് അതിന് വേണ്ടി എൻ്റെ മദർ ബോർഡും പ്രൊസസ്സറും ഒക്കെ വാങ്ങേണ്ടി വന്നു, വലിയ നെഗോസിയേഷൻസ് ഒക്കെ. അപ്പം 1 രൂപ പോലും നമ്മൾ അതിനകത്ത് പ്രോഫിറ്റ് കാര്യമായിട്ട് ബുക്ക് ചെയ്തില്ല. പക്ഷേ കമ്പ്യൂട്ടറിനെ ജനകീയമാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ഇൻറ്റൻഷൻ. അതിനകത്ത് ജനകീയമായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബിസിനസ് കിട്ടും എന്നുള്ളതായിരുന്നു. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ലാപ്ടോപ്പിന്റെ ഒക്കെ ആവറേജ് വില അതെ, ആവറേജ് അതിലോട്ട് മാറി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റിസ്ക്കുകളും അങ്ങനെയൊക്കെയുള്ള ഇന്നോവേഷൻസും, അതായത് ഇതിനൊന്ന് ജനകീയവൽക്കരിക്കപ്പെടേണ്ടതുണ്ടായിരുന്നു ആ സമയത്ത്. ഇന്നിപ്പോൾ ഇതെല്ലാം വളരെ കോമൺ ആയി കഴിഞ്ഞു. പണ്ട് കമ്പ്യൂട്ടറിന് 1,00,000 രൂപ വില എന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ നമ്മൾ 10,000 രൂപ എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാർക്കും ഇതെടുക്കാനുള്ളൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക, അതാണ്.